എല്ലാ പ്രേക്ഷകർക്കും മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3-ലെ ഫിനാലെ എപ്പിസോഡിന്റെ 2ാം ദിനത്തിലേക്ക് സ്വാഗതം. ദിസ് ഈസ് ഹാപ്പി ജാംസ്, സോസസ്, പിക്കിൾസ് ആൻഡ് പീനട്ട് ബട്ടർ. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3. എന്തായാലും നമ്മുടെ ചേച്ചി ഇപ്പോൾ 2ാം ദിവസം വന്ന് നിൽക്കുവാണ് ഫിനാലയുടെ. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ ചേച്ചി ഇങ്ങനെ അടുത്ത് അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ചേച്ചി കൂടുതൽ അറിയാനായിട്ട് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ചെറുപ്പം തൊട്ടേ പണ്ട് തൊട്ടേ കണ്ട് അറിയുന്ന ആളാണ്. അപ്പോൾ ചേച്ചിയുടെ ഒരു ചെറിയ വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ? അതെ ഡെയിൻ, ഇതില് ആദ്യം ഒരു പടം കണ്ടില്ലേ, അതിൽ നിന്നും ഒരു 2 വയസ്സ് താഴെ ഞാൻ കാണുന്നത്. അതെ, ആദ്യം ഞാൻ ആ ഫോട്ടോ ആദ്യം കണ്ടപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വേണിച്ചേട്ടൻ ചിലപ്പോൾ എന്നെ ഈ പ്രായത്തിലായിരിക്കും മേ ബി രവീൺചേട്ടൻ പറഞ്ഞു ശരി, അതിൻ്റെയും 2 വയസ്സ് താഴെ ആയിരിക്കും വേണിച്ചേട്ടൻ എന്നെ ആദ്യമായിട്ട് കാണുന്നതൊക്കെ. അതേ മുഖം, ഒരു മാറ്റവും ഇല്ല. ചേച്ചി എന്തോ പഴയ ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോ കുറച്ച് ഇമോഷണൽ ആയി പോയി. ഞാൻ കുറച്ച് ഇമോഷണൽ ആവും, കാരണം എൻ്റെ ഒരു ഡാൻസിങ് ബാക്ക്ഗ്രൗണ്ട്. ഇപ്പം വേണിച്ചേട്ടൻ അമ്മയുടെ കാര്യം പറഞ്ഞല്ലോ, കലാമണ്ഡലം വിമലാമേനൻ എന്ന് പറഞ്ഞല്ലോ. അമ്മ പൊതുവേ ഏറ്റവും കുറവ് ഇമ്പോർട്ടൻസ് തന്നൊരു വ്യക്തി എന്നുണ്ടെങ്കിൽ അത് ഞാനാണ്. കാരണം അമ്മയുടെ ശിഷ്യരാണ് അമ്മയുടെ സമ്പത്ത്. ബാക്കി ആ ശിഷ്യരിൽ ഏറ്റവും കുറഞ്ഞ ആളാണ് ഞാൻ. അപ്പോൾ അതൊരു എൻ്റെ ലൈഫിലൊരു വൺ ഓഫ് ദി എന്താ പറയുക നല്ല ഒരു എയ്ഡാണ്. കുട്ടിക്കാലത്തെ എയ്ഡ് ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ മെമ്മറീസ് എനിക്ക് ലൈഫിലുടനീളം ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് കലാപരമായിട്ട്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഈ വേദിയിലൂടെ ചേച്ചിയുടെ പഴയ ഓർമ്മകളിലോട്ടൊക്കെ സഞ്ചരിക്കാൻ പറ്റിയാലും. താങ്ക് യു ഡെയിൻ, താങ്ക് യു സിന്ധു. നല്ല ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആണ് അത് കൊണ്ടുവന്നത്. ചേച്ചി ഇവിടെ എത്തിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയാണ്. ചേച്ചി പ്ലീസ് വെൽക്കം. ചേച്ചി നമസ്കാരം. എന്തിനാണ് വിളിച്ചത്? ചേച്ചി ഒരു കാര്യം പറയാനുണ്ട്. അല്ല, നമ്മൾ കോംപ്രമൈസ് ചെയ്തു. കോംപ്രമൈസ് ആണ്, അത്രേ ഉള്ളൂ. പക്ഷെ ചേച്ചിയുടെ ഒരു പെർഫോമൻസ്, അത് പാട്ടായിട്ടോ ഡാൻസ് ആയിട്ടോ നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു. അപ്പൊ ചേച്ചി വെറുതെ നിന്നാലും ഞങ്ങൾ നോക്കി നിൽക്കും. അതില്ല, പിന്നെന്താ? ചേച്ചി എന്താണ് സിംഗപ്പൂരിലെ വിശേഷം? ഡോക്ടറേറ്റ് കഴിഞ്ഞിട്ട് ഇപ്പം സീനിയർ ഫെലോഷിപ്പ് ഇൻ മോഹിനിയാട്ടം ഇപ്പം റീസെൻ്റ്ലി, വളരെ റീസെൻ്റ് ആയിട്ട്. അപ്പം അതിൻ്റെ താങ്ക് യു. സോ അതൊരു വലിയ ഐ തിങ്ക് ഒരു ഡാൻസർ എന്ന നിലയിൽ എനിക്കൊരു വലിയ ഓണറും ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ അതൊരു 2 ഇയേഴ്സിൽ അത് ഫിനിഷ് ചെയ്യണം. ചേച്ചി ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ചേച്ചിക്ക് ഒരു ചെറിയ സർപ്രൈസ് തരുമ്പോ, എനിക്കാണെങ്കിൽ സർപ്രൈസുകളുടെ ഒരു ഘോഷയാത്രയാണ്. വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ സർപ്രൈസ്. എനിക്ക് സർപ്രൈസ് ആണ്, ചേച്ചിക്കും ഉണ്ട് ഒരു സർപ്രൈസ്. ശരി, ആയിക്കോട്ടെ. ഓക്കെ, ചേച്ചിക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സർപ്രൈസ്. ഓക്കെ, ആ സർപ്രൈസിനെ നമുക്ക് സ്വാഗതം ചെയ്താലോ? സ്വാഗതം ചെയ്യുന്ന സ്വാഗതം സർപ്രൈസ്. നേഹ, വെൽക്കം. ചേച്ചിയുടെ മകളാണ് നേഹ. നേഹ എന്ത് ചെയ്യുന്നു? ഞാൻ ബാച്ചിലേഴ്സ് ഇൻ ആർക്കിടെക്ചർ ആണ് ചെയ്യണേ, മെൽബൺ, ഓസ്ട്രേലിയയിലാണ്. അപ്പൊ ഇവിടെ സിംഗപ്പൂരാണോ കൂടുതൽ അല്ലെങ്കിൽ കേരളത്തിലാണോ, എങ്ങനെയാണ് സാധാരണ ലീവിലൊക്കെ വരുമ്പോ? ജനിച്ചത് ട്രിവാൻഡ്രത്തിലാണെങ്കിലും വളർന്ന് ഫുള്ള് മലേഷ്യയിലാണ്, സ്കൂളിംഗ് ഒക്കെ മലേഷ്യയിലാണ്. അപ്പം അമ്മയും അച്ഛനും സിംഗപ്പൂർ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓസ്ട്രേലിയക്ക് പോയി. ഓക്കെ, അപ്പോ അമ്മയും മകളും കൂടി ഞങ്ങൾക്ക് എന്താണ് ഒരു ട്രീറ്റ് തരാൻ പോകുന്നത്? പെട്ടെന്ന് സർപ്രൈസ് ചെയ്ത് ട്രീറ്റ് തരൂ എന്ന് പറഞ്ഞ എന്താ ട്രീറ്റ് കൊടുക്കാനേ? വാട്ട് ക്യാൻ വി ഡു ഫോർ ദം? പാട്ട്, ഡാൻസ്, ചെറിയ ഡാൻസ് എന്തെങ്കിലും ചെയ്യാം. ഡാൻസ്, ഓക്കെ.
രണ്ടുപേരും ഗംഭീരാക്കി. നിങ്ങൾ നിങ്ങളുടെ നൃത്ത ചുവടുകൾ കൊണ്ട് ഈ വേദിയെ ധന്യമാക്കി അല്ലേ? ചേച്ചി ഉമ്മ, ഉമ്മ, ഉമ്മ. താങ്ക് യു. ഒരുപാട് നാളുകൾക്ക് ശേഷം ആണ് ഞാൻ കാണുന്നത്. ചേട്ടാ ഞാൻ കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ കളിച്ചതിന് കുറച്ചൊരു സമയവും പ്രിപ്പറേഷനും ഒക്കെ. താങ്ക് യു ചേട്ടാ. സ്പെഷ്യലി അമ്മയും മോളുടെയും ആ ഒരു കോമ്പിനേഷൻ സൂപ്പർബായിരുന്നു. ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു. ഈശ്വരാ. ആദ്യമായിട്ടാണ് ഞാൻ ചേട്ടാ കുറെ വർഷമായി കാണുമോ ഞാൻ കളിച്ചിട്ടല്ലേ? കണ്ടിട്ട് മോള് കളിച്ച് കണ്ടിട്ടേ ഉണ്ടാവില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. ഡാൻസുകാർക്കുള്ള ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരാളാണെങ്കിൽ നമുക്ക് ഒപ്പിക്കാം, രണ്ടുപേരൊക്കെ ആണെങ്കിൽ കറക്റ്റ് കോർഡിനേഷൻ അല്ലെങ്കിൽ നല്ലതായിട്ട് ബോറാണ്. അപ്പൊ എന്നാലും കുഴപ്പമില്ല. ഐ ടേക്ക് ഇറ്റ് പ്രൈഡ്. ഈ ഒരു ഫ്ലോറിൽ കളിക്കാൻ പറ്റുന്ന, എന്റെ മോളുടെ കൂടെ കളിക്കാൻ പറ്റുന്ന ഒരു വലിയ ഓണർ തന്നെയാണ്. തീർച്ചയായിട്ടും ഓണറാണ്. അപ്പൊ രണ്ടുപേരും കൂടി സ്പോട്ടിൽ നമ്മൾ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ തന്നെ ഞെട്ടിച്ചാവും. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും സ്നേഹ ഒരു സർപ്രൈസ് ഒക്കെ ആയിട്ടാണ് വന്നത്. അമ്മയുടെ കൂടെ ഒരു കോംബോയിൽ ഒരു തകർപ്പൻ ഡാൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും കാണാനുള്ള ഒരു വലിയ ഭാഗ്യം കിട്ടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 ഈ ഫിനാലെ വേദിയിൽ നമ്മുടെ സ്വന്തം ഭവ്യ.
ഭവ്യ ഓ അങ്ങനെ ഫിനാലെ വേദിയിലെ രണ്ടാമത്തെ പെർഫോമൻസും കഴിഞ്ഞിരിക്കുകയാണ്. എവർഗ്രീൻ ഹിറ്റ്സ് ആണോ ഇപ്പൊ പാടിയത് അല്ലേ? നന്നായി പാടാൻ പറ്റിയോ? നന്നായി പാടാൻ പറ്റി. ഹസ്ബൻഡ് ഇവിടെ ലൈവായിട്ട് കാണാതിരിക്കുന്നതിന്റെ ഒരു കൂടുതൽ ഒരു സന്തോഷവും ഉണ്ടായിരുന്നോ? ഒരു എനർജി കൂടുതൽ കിട്ടിയ പോലെ തോന്നിയിരുന്നു. ശരി വേണു ചേട്ടാ. ഭവ്യ ഓ ഈ ഓൾവേസ് ആ ഒരു സോങ്സ് എടുക്കുമ്പോൾ ഓ. ഭവ്യ ഓ. ആ ഒരു ടൈം ഒരു 60s 70s ആ പാട്ടുകൾ പാടുമ്പോൾ യു ആർ വെരി കോൺഫിഡൻറ്റ് അല്ലേ? അതെ. ആ ഒരു കോൺഫിഡൻസ് അത് പാട്ടിന്റെ പെർഫെക്ഷൻ അറിയാം. ഇറ്റ് ഇസ് ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സർ. എടാ ഒറിജിനൽ അടുത്തെത്തി. താങ്ക് യു സർ. താങ്ക് യു സർ. മഞ്ജരി ഭവ്യ ഈ തരത്തിലുള്ള പാട്ടുകൾ എനിക്ക് തോന്നുന്നു ഭവ്യക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടം പാടാൻ. കുറച്ചുകൂടി മൈൻഡൊക്കെ റിലാക്സ്ഡ് ആണ് ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോൾ. അത് ഫീൽ ചെയ്യാം. നല്ലൊരു ഒരു ഫ്ലോയില് പോയി പാട്ട്. സുഖമായിരുന്നു കേൾക്കാൻ. സൂപ്പർ. താങ്ക് യു. ഞാൻ എന്താ വ്യത്യാസമായിട്ട് പറയാന്ന് ആലോചിക്കണേ. എന്നുവെച്ചാൽ അത്രയും ഭംഗിയായിട്ടുണ്ട്. നല്ലൊരു ഒഴുക്കുണ്ടായിരുന്നു. അത് തന്നെയാണ് മഞ്ജരിയും പറഞ്ഞത്. നല്ല ഒഴുക്ക്. അത് ഇടയ്ക്ക് ഇങ്ങനെ ആ പാട്ടിന് തന്നെ അതിൻ്റെ അത്രയും ഭംഗിയുണ്ട്. അപ്പോൾ അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ മോൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് റെൻഡർ ചെയ്യും. ഞാൻ ആലോചിക്കുക ഇനി സിംഗപ്പൂരിലൊക്കെ ഇനി മലയാളി അസോസിയേഷൻസും ബാക്കി അസോസിയേഷൻസും ഒക്കെ ഇങ്ങനെ അടിച്ചോണ്ട് പോവല്ലോ. ഇനി എവിടെയൊക്കെ ഞാൻ ഭവ്യയെ കാണേണ്ടി വരും എന്നൊക്കെ ആലോചിക്കായിരുന്നു ഞാൻ ആക്ച്വലി. അത് തന്നെ വലിയ സന്തോഷമാണ് കേട്ടോ ഭവ്യ. അസലായിട്ട് പാടുണ്ട്. കീപ് ഇറ്റ് അപ്പ്. അത്രേ പറയാനുള്ളൂ. താങ്ക് യു ഭവ്യ. ഇപ്പോ നമ്മള് ഹസ്ബൻഡിനെ ഇതിനു മുമ്പ് വീഡിയോ കോൾ ത്രൂവും അല്ലെങ്കിൽ അദ്ദേഹം ഈ പ്രോഗ്രാം കണ്ടിട്ടുള്ളത് TV വഴിയൊക്കെയാണ്. അപ്പൊ നേരിട്ട് ആദ്യമായിട്ടാണ് ഭവ്യയുടെ പെർഫോമൻസ് ഈ ഫിനാലെ വേദിയിൽ കാണുന്നത്. അപ്പോ ആളോടൊന്ന് ചോദിച്ചു നോക്കിയാലോ എങ്ങനെ പെർഫോമൻസ് ഒക്കെ? ചോദിച്ചു നോക്കിക്കോളൂ. എങ്ങനെയുണ്ട്? എന്താ വിളിച്ചേ? മോയോ മോനെ. മോനെ മോ ആണോ മോളയുടെ മോ ആണോ? എന്ത് മോയാ വിളിച്ച് ശീലിച്ചു. മോ അല്ല മോനുന്റെ മോ. ഓക്കെ, അപ്പൊ മോ പറഞ്ഞോളൂ. ഭവ്യ വളരെ നന്നായിട്ട് പാടി. പെർഫെക്ഷനെ പറ്റി പറയാൻ ഞാൻ ആളല്ല, പക്ഷെ എനിക്ക് നന്നായി ഇഷ്ടമായി. ഭവ്യയുടെ കോൺഫിഡൻസ് വളരെ ഇമ്പ്രൂവ് ആയ പോലെ തോന്നുന്നുണ്ട്. ശരി ഭവ്യ, അപ്പോ ഫാമിലിയിൽ എല്ലാവരും ഇതാ സപ്പോർട്ടിങ്ങിനായിട്ട് ഇവിടെ കൂടെ തന്നെ ഉണ്ട്. ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡ് ഇതാ സർപ്രൈസ് ആയിട്ടാണ് ഇവിടെ വന്നത്. അങ്ങനെ 2 പെർഫോമൻസ് ഈ ഫിനാലെ വേദിയിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഒറ്റ പെർഫോമൻസ് മാത്രം. അപ്പോ നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. പക്ഷെ പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ വീഡിയോ കാണാം നമുക്ക്. പേടിക്കണ്ട, ഭർത്താവ് ഇവിടെ ഉണ്ട്. വേറൊരു വീഡിയോ കേട്ടോ. അല്ല, സാധാരണ ഭർത്താവ് വീഡിയോ കോൾ ത്രൂ ഒക്കെ ആണല്ലോ വരുന്നത്. അപ്പൊ വീഡിയോ എന്ന് പറയുമ്പോ ഞെട്ടണ്ട, ഭർത്താവ് ഇവിടെ ഉണ്ട്. വേറൊരു വീഡിയോ. ഒരു ഷോ തന്നെ നടത്തിയിട്ടുണ്ടല്ലോ ആ വീട്ടില്. ഇത്ര അധികം ആരാധകർ, ഒരുപാട് സന്തോഷം. ഇവരാരൊക്കെയാ? അതില് ഏറെ പേര് എന്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെയായിരുന്നു. കഴിഞ്ഞ വീക്ക് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അന്നായിരുന്നു ഷോ ഉണ്ടായിരുന്നത്. അപ്പോ ആ സമയത്ത് ഉണ്ടായിരുന്ന വീഡിയോ ആണത്. എല്ലാവരും കണ്ട് ആസ്വദിച്ചു. അതെ. ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. പറയൂ. അന്ന് എനിക്ക് കല്യാണത്തിന് പോവാൻ പറ്റാത്തോണ്ട് വരനും വധുവും കുറച്ച് പണക്കത്തിലാണ്. രണ്ടാൾക്കൊരു ഹായ് പറയോ? പറയോ. ഹലോ. ഹായ്. ഭവ്യക്ക് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഒരു ഹായ് തരുന്നു. അല്ല, ഭവ്യക്ക് വരാൻ പറ്റാത്തതിന്റെ വിഷമം ഞങ്ങൾ 3 പേരും കൂടെ തീർക്കണം. ഡെയിലും കൂടെ ചേർത്ത് തീർക്കുവാണ്. അവർക്ക് എല്ലാ മംഗളാശംസകളും നേരുന്നു. താങ്ക് യു മാം. താങ്ക് യു. ഇപ്പൊ പണക്കം മാറി കാണുമല്ലോ? തീർച്ചയായും. പണക്കം മാറിയല്ലോ. പണക്കം മാറിയിട്ടില്ലെങ്കിൽ പറയണം, പറഞ്ഞാൽ മതി, അറിയിക്കും. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഭവ്യ. ഇപ്പോൾ നമ്മൾ കിൻഷയുടെ ഫ്ലെക്സ് വയ്ക്കുന്ന കാര്യത്തിൽ ഒരു സംശയം നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ ഫ്ലെക്സിന്റെ കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത ഒരാളുണ്ട്. ഒരു മത്സരാർത്ഥിയുടെ ഫ്ലെക്സ് ആ നാട്ടിൽ വെച്ചിട്ടുണ്ട്. ആരായിരിക്കും മത്സരാർത്ഥി? ആ മത്സരാർത്ഥിയുടെ പേര് എന്താ? സോന. നമുക്ക് സ്വാഗതം ചെയ്യാം സോന.
എന്തായിരുന്നു? ഞാൻ സോനയെ പെർഫോമൻസ് റൗണ്ടിലേക്ക് സ്വാഗതം ചെയ്തപ്പോ ഇത്രയും കിടിലൻ കളർഫുൾ പെർഫോമൻസ് ആയിരിക്കും ഞാൻ കരുതിയില്ല. അടിപൊളി, കലക്കി. ഇത് വേഷമൊക്കെ ആകെ മാറിപ്പോയില്ലേ? ഇതാരാണ്? രണ്ട് സൈഡില് ടാറ്റു, കലക്കി അല്ലേ? ഗെറ്റപ്പും പെർഫോമൻസും പാട്ടും പൊളിച്ചു, കലക്കി. വേണു ചേട്ടാ ടു ഗുഡ് എടാ, നന്നായി. താങ്ക് യു സർ. ആൻഡ് ശ്രീകാന്ത് ആൻഡ് സോന ജീവിച്ചു ഇൻ ദി ഡാൻസ് പെർഫോമൻസ്. എനർജി, ഒരു പ്രണയം, മിസ്ചീഫ് എല്ലാം ഉണ്ടായിരുന്നു. സോ ഗുഡ് 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 ഗുഡ്. താങ്ക് യു സർ. സൂപ്പർ. ഒന്നാമത് ഈ പാട്ട് ജിൽ ജിൽ പാട്ട്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്ന് കൈയൊക്കെ കൊട്ടി എന്തൊക്കെ സ്റ്റെപ്സ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് ഞങ്ങൾ ഇവിടെ ഞാനും മോളും അവിടെ ഇരുന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് ഒക്കെ ആയിരുന്നു. നിങ്ങളുടെ ആ ഒരു എനർജി ശരിക്കും ശ്രീകാന്തും സോനയും രണ്ടുപേരും ഒരു നല്ലൊരു എനർജിയാണ് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്തത്. സൂപ്പറായിരുന്നു പെർഫോമൻസ് വൈസ്. പിന്നെ സോനയുടെ ഡാൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇടയിൽ ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി ക്യൂട്ടായിരുന്നു, ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ. സോനയ്ക്ക് ഒരൊറ്റ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ, ഈ സാധനത്തിന്റെ ഭാരം കാരണം പല അധികം അനക്കാൻ പറ്റുന്നില്ല. ഒരു പവർ പാക്ഡ് പെർഫോമൻസ് ആയിരുന്നു ഇത്, അത്രയേ ഉള്ളൂ ഇതിനെ പറ്റി. താങ്ക് യു മാം. ശ്രീകാന്ത്, ഞാൻ ആദ്യം സോനടുത്ത് വരുന്നതിന് മുമ്പ് ആദ്യം ശ്രീകാന്ത് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? എൻ്റെ ഫസ്റ്റ് ടൈമാണ് സ്റ്റേജ്. പക്ഷെ ഒരിക്കലും തോന്നില്ല, ഭയങ്കര താളബോധമുള്ള വ്യക്തിയാണ് കേട്ടോ. ഭയങ്കര ഞാൻ പെർഫെക്ഷൻ എന്നല്ല, ഡാൻസ് സ്റ്റെപ്പ് പെർഫെക്ഷൻ എന്നല്ല പറയണം, പക്ഷെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് കളിച്ചത്. അതുകൊണ്ട് തന്നെ അതിനൊരു ആകമൊത്തം ഒരു ഫീല് കിട്ടാനും ഒരു ശരിക്കും ഒരു എന്താ പറയുക, ഒരു സിനിമ കണ്ടത്, സിനിമയിൽ ആ പാട്ട് കണ്ടതിൻ്റെ ഒരു എഫക്റ്റ് ആയിരുന്നു. കൊറിയോഗ്രാഫി ഫുള്ളായിട്ടും അത് ഭയങ്കര രസമായിരുന്നു. ആകെ എനിക്ക് ഒന്ന് പറയാനുള്ള, ശ്രീകാന്ത് കണ്ണടച്ച് പാല് കുടിക്കുന്ന ഒരു എഫക്റ്റ് മാത്രം ഇടയ്ക്കിടയ്ക്ക് കണ്ണടക്കണം. അത് എന്ന് വെച്ചാൽ എനിക്ക് അറിയാം, അതിൻ്റെ റീസണും ഞാൻ പറഞ്ഞുതരാം. ശ്രീകാന്തിന് തന്നെ ഒരു ഡൗട്ട്, ഞാൻ ചെയ്യണത് ശരിയാണോ? പക്ഷെ ശരിയാണ്, നല്ല രസമായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു. ഞങ്ങളെല്ലാവരും തെറലി എൻജോയ് ചെയ്തു കേട്ടോ ശ്രീകാന്തിന്റെ പെർഫോമൻസ്. താങ്ക് യു മാം. സോന, ഞാൻ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ടോട്ടൽ പാക്കേജ് ആയിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, കളർഫുൾ എന്ന് വെച്ചാൽ ഡാൻസേഴ്സിന്റെ കോസ്റ്റ്യൂംസ് ഉൾപ്പെടെ അവർ യൂസ് ചെയ്ത പ്രോപ്പർട്ടി ഉൾപ്പെടെ എല്ലാം ഭയങ്കര ഭംഗിയായിരുന്നു. അത് ഇവിടെ ഇരുന്ന് കാണുമ്പോഴേ, ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ടെലികാസ്റ്റ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊക്കെ ഫീൽ ചെയ്യും, പക്ഷെ ഭയങ്കര രസമായിരുന്നു. ശരിക്കും സിനിമയിൽ നമ്മൾ ടി വിയിലൊക്കെ അല്ലെങ്കിൽ സ്ക്രീനിൽ ഒരു പിക്ചറൈസേഷൻ കണ്ടാൽ എത്ര ബ്യൂട്ടിഫുൾ ആവുമോ അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു. പാട്ടും മനോഹരമായിരുന്നു. അതുകൊണ്ട് എല്ലാം കൂടെ ഒരു പ്ലസ് പോയിന്റിൽ വളരെ ഒരു ടോട്ടൽ ഫ്രെയിം വാസ് വെരി വെരി ബ്യൂട്ടിഫുൾ. സോന, ശ്രീകാന്ത് രണ്ടുപേർക്കും നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സോന, നമ്മുടെ 2 റൗണ്ടുകൾ കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു സ്റ്റേജിലെ. ഇനി ഒരു റൗണ്ടും കൂടിയുള്ളൂ. ടെൻഷൻ ഒന്നും ഇല്ലല്ലോ, കൂളല്ലേ? നന്നായി പാടാൻ പറ്റിയത്. ഇപ്പൊ രണ്ടുപേരും നമ്മുടെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് ഒരു ചെറിയ ഗെയിം ആയാലോ? എന്ത് പറയുന്നു? വീണ്ടും കുറച്ച് ചോദ്യങ്ങൾ രണ്ടുപേരോടും നിങ്ങളുടെ മനപ്പൊരുത്ത് അറിയാനും എലിപ്പതിയൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാലോ. ഓക്കെ, ഡീൽ? അപ്പൊ എന്തായാലും എന്റെ കയ്യിൽ ചോദ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ചേഞ്ച് നമ്മൾ വരുത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഓരോരുത്തരോടാണല്ലോ ചോദിച്ചത്. ഈ പ്രാവശ്യം നമ്മൾ രണ്ടുപേരോട് ഒരുമിച്ച് ചോദിക്കുകയാണ്. രണ്ടുപേർക്കും ആർക്കാണ് ഉത്തരം പറയാൻ തോന്നുന്നത് ആൾക്ക് ഉത്തരം പറയാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? ചൂണ്ടിക്കാണിക്കുക. അടുത്തുന്നോളൂ, നിങ്ങൾ അടുത്തുന്നോളൂ. നിങ്ങളിങ്ങനെ ഗ്യാപ്പ് ഇട്ട് നിർത്തണ്ട. ഇത്രയ്ക്ക് ആലോചിക്കാനുള്ള ചോദ്യമൊന്നുമല്ല. വെരി ഗുഡ്. സോനയാണ് കൂടുതൽ റൊമാൻറ്റിക് അല്ലേ? അതെ. പുള്ളി റൊമാൻസ് ഇച്ചിരി കുറവാണോ? അല്ല, കാണിക്കില്ല. ഭയങ്കര നാണക്കാരനാ. ആഹാ. ഇനി അടുത്ത ചോദ്യം ചോദിക്കട്ടെ, ആരാണ് നിങ്ങളിൽ ആദ്യം വഴക്കിടുന്നത്? അതൊരു വലിയൊരു കയ്യടി അർഹിക്കുന്നു. ശരി, അടുത്ത ചോദ്യം, ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ സ്ഥിരമായി വഴി തെറ്റിക്കുന്ന സ്വഭാവം ആർക്കാണ്? ചൂണ്ടിക്കാണിച്ചോളൂ. ഞാനാ. ഓ, ആഹാ. അങ്ങനെ എവിടെയെങ്കിലും വഴി തെറ്റി പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഒരുപാടുണ്ട്. ഓ, ഇപ്പൊ റീസെന്റ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ എറണാകുളം ഞാനൊരു 10 കിലോമീറ്റർ വെറുതെ ചുറ്റി. അതെ. സോന പിന്നെ നേരത്തെ ഇവിടെ എത്തിയ ആളാണല്ലോ അല്ലെ? അതിന്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു തന്നായിരിക്കും. ശരി, അടുത്ത ചോദ്യം, യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ ആദ്യം റെഡി ആവുന്നത് ആരാണ്? ഞാൻ തന്നെയാണ് ആദ്യം റെഡിയോ? അതെ. പുള്ളി പോസ്റ്റ് തരും? അയ്യോ, എത്ര ഒരുങ്ങിയാലും മതിയാവില്ല, ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് മതിയാവും. ഓഹോ, ആള് എന്തിലാണ് കോൺഷ്യസ് ആവുന്നതാണോ പുറത്തേക്ക് ഇറങ്ങാനായിട്ട്? ഡ്രസ്സിങ്ങിലാണോ അതോ അല്ലെങ്കിൽ? എല്ലാം ചെയ്തിട്ടുണ്ടാവും നേരത്തെ,
പക്ഷെ എന്തൊക്കെയോ ഒരു ടെൻഷൻ, എന്തൊക്കെയോ ചെയ്യാനുണ്ടല്ലോ എന്തോ മറന്ന പോലെ. എന്താണ് നമ്മുടെ നാട്ടുകാരും വീട്ടുകാരൊക്കെ എന്ത് പറയുന്നു, നമ്മുടെ ഷോനെ പറ്റിയൊക്കെ എന്ത് പറയുന്നു? വളരെ നല്ല അഭിപ്രായമാണ്. പിന്നെ എല്ലാവരും എന്നെ ഫസ്റ്റ് ടൈമാണ് സ്റ്റേജ് കാണുന്നത്. പിന്നെ ഞാൻ തന്നെ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ. മുന്നേ ഇതുവരെയും ഞാനൊരു സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടില്ല. അതിൻ്റെതായ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വന്ന ഉടനെ എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇത്രയും പേരെ ഫേസ് ചെയ്യാന്നുള്ളൊരു പ്രോബ്ലം ഭയങ്കരമായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ഫീലേ ഇല്ല. സത്യം, എന്തും കളിക്കാൻ റെഡിയാണ് ഇവിടെ ഇപ്പോൾ. അത് എന്നേക്കാൾ ആത്മാർത്ഥത ശ്രീയേട്ടനാണ്. കാരണം രാവിലെ മുതലേ എന്താണ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് ഡാൻസേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനാണ് തീരെ നോക്കാതെ, ഞാൻ കയ്യിലുള്ള വെച്ച് അങ്ങ് അലക്കിയതാ. പക്ഷെ ഇവര് നന്നായിട്ട് ചെയ്തു. അല്ല, ഇവര് നന്നായി പ്രാക്ടീസ് ഒക്കെ ചെയ്ത പോലെ തന്നെ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. ഒപ്പം പുള്ളിയുടെ കൂടെ വേറൊരാളും കൂടി ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യാനുണ്ടായിരുന്നു. ആളെ അതേ കറക്റ്റ് സമയത്ത് കാണാതെ മിസ്സിംഗ് ആണ്. ആരാണ് ആൾ? എവിടെയാണ്? മോളാണോ? മോളല്ല, ബ്രദർ അങ്ങനെ ഉണ്ടായിരുന്നു. അതെ അതെ, ബ്രദർ ഉണ്ടായിരുന്നു. ബ്രദർ എവിടെ പോയി? ബ്രദറിനെ കാണുന്നില്ല. ആക്ച്വലി ബ്രദർ ഇന്നലെ പോകേണ്ടതായിരുന്നു. അപ്പം ഫിനാലിനെ കൊണ്ട് ടിക്കറ്റ് ഒക്കെ മാറ്റി ആള് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഉണ്ട്. ആള് കുറച്ച് ഷൈ ആണ്. ആള് പെർഫോം ചെയ്യാനായിട്ട് കയറാൻ നിൽക്കുമായിരുന്നു. പക്ഷെ കറക്റ്റ് ടൈമിൽ ആളെ എവിടേക്കോ മുങ്ങി. അതേപോലെ ശ്രീയേട്ടന്റെ അച്ഛന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഫിനാലയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം വരാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും ഇനിയിപ്പോ അടുത്ത സ്റ്റേജുകളൊന്നും ഇല്ല. പക്ഷെ ഇനി സോന നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആണല്ലോ. അപ്പൊ ഫിനാലെ കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോ അച്ഛനും കൂട്ടി വരാം. അതെ, ഓക്കെ അതെ, ഓക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ 2 പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരൊറ്റ പെർഫോമൻസ് കൂടി ഉള്ളൂ. നന്നായി പ്രാക്ടീസ് ചെയ്യുക, നന്നായി പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഏത് ഗെറ്റപ്പ് കൊടുത്താലും ഏത് വേഷം കൊടുത്തു കഴിഞ്ഞാലും ഭാര്യയ്ക്ക് വേണ്ടി ഇവിടെ പെർഫോം ചെയ്യുക. എല്ലാവരും സാധാരണക്കാരാണ്. എല്ലാവരും മറ്റു പല ജോലികളൊക്കെ ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് എനിക്കൊരു ചോദ്യം, എന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡേന്റെ അടുത്തുനിന്ന് ഒരു പെർഫോമൻസ് ഡേന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്? അത് എപ്പോഴായിരിക്കും? അത് ഞാൻ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. അത് എന്നായിരിക്കും? അറിയില്ല ചേച്ചി, ഞാൻ ഇവിടെ എല്ലാരും അന്വേഷിക്കുന്നുണ്ട്. ആരൊക്കെയോ പറഞ്ഞു ഒരുപാട് വയസ്സൊക്കെ ആയി, അങ്ങനെ കല്യാണ പ്രായം കഴിഞ്ഞു പോയി. ജസ്റ്റ് കാലെടുത്ത് വെച്ചിട്ടുള്ള കല്യാണ പ്രായത്തിലേക്ക്. ഓ, അത് വേണ്ട, പ്രായം ചോദിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. അപ്പൊ അതായത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ആകാംക്ഷ. പറയുന്ന ഇത്രയും നല്ല വാക്കുകൾ കൊണ്ട് അമ്മാനാടുന്ന ആൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ എന്തുകൊണ്ടാണ് വാക്കുകൾ പതറുന്നത്? എന്തുകൊണ്ടാണ്? നോക്ക്, എവിടെയൊക്കെ കൈ പോകുന്നു, ഷോട്ടിൽ പോകുന്നു, സ്കൂട്ടിൽ പോകുന്നു. എനിക്കെന്തോ ഇത് പറയുമ്പോ വല്ലാത്തൊരു നാണവും ഷൈയും അങ്ങനെയൊക്കെയാ. എനിക്ക് സത്യം പറഞ്ഞ ഞാൻ വേണ്ടാന്ന് വെച്ചതുകൊണ്ടാണ്. എന്ത് കല്യാണം ഇപ്പൊ തൽക്കാലം വേണ്ട എന്നുള്ളത് കൊണ്ടാണ്, അല്ലാതെ കിട്ടാത്തോണ്ടല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ടോ? പക്ഷെ നോക്കിക്കോളൂ, നല്ലൊരു ജെം എവിടെയോ ഉണ്ട്, ഒരു നല്ല രത്നം എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആണല്ലേ? എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. കാത്തിരിക്കാം. ഇതുപോലത്തെ ഒരു ഇവന്റില് ഡെയിൻ ഇതേമാതിരി പെർഫോം ചെയ്യുന്നത് കാണാനും എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയാം. ഉറപ്പായിട്ടും. എന്തായാലും എന്റെ കല്യാണത്തിന് വിളിക്കാം. അപ്പൊ ഞാനും ഭാര്യയും കൂടി ഒരുമിച്ച് ഡാൻസ് കളിക്കുന്ന ചേച്ചി ലൈവ് ആയിട്ട് കാണാലോ. അതോ ഇങ്ങനത്തെ ഒരു വേദിയിൽ അത് കാണാം, അതും കാണാം, കാണാലോ. ഉറപ്പായിട്ടും ആ ചേച്ചിയുടെ ആഗ്രഹം എന്തായാലും നമ്മൾ സാധിച്ചെടുക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ ഇനിയിപ്പോ എന്നാ മലേഷ്യയിലോട്ട് തിരിച്ചു പോകുന്നേ? എന്തിനാ എന്നെ പറഞ്ഞയക്കണേ? അല്ല, ചേച്ചീനെ പറഞ്ഞയക്കുന്നില്ല. ചേച്ചി അവിടെ പോയിട്ട് എനിക്ക് വേണ്ടി സംസാരിക്കാൻ വരാലോ. ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാനായിട്ട്. ഞാനിങ്ങനെ കേരളത്തിൽ മാത്രം ഞാൻ എങ്ങനെയാ വെച്ചാല് മലേഷ്യ, സിംഗപ്പൂരൊക്കെ ഒരുപാട് നല്ല സന്തോഷമായിട്ട് സമാധാനമായിട്ടൊക്കെ ജീവിക്കുന്ന സ്ഥലമാണ്. ഇല്ല, ഞാൻ കെട്ടിയ ആ ഭാഗത്തേക്ക് വരുന്നില്ല. അല്ല, പക്ഷെ അവിടുന്ന് ഒരു കുട്ടിയെ ഞാൻ കണ്ടുപിടിച്ച് തരുമ്പോ അത് റെസ്പെക്ട് ആണല്ലേ? അതുകൊണ്ടാ ചേച്ചി ഇങ്ങനെ ജെമ്മ എവിടെയോ കാത്തിരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊരു ചേച്ചി എന്നുള്ള രീതിയിൽ നല്ലൊരു അനുഗ്രഹം തന്നതാണ്. അത്രേ ഉള്ളൂ അല്ലേ? എന്നുവെച്ചാൽ എന്നോട് അങ്ങനെ ആയിരുന്നല്ലോ. ചേച്ചി എന്നാലും പുറത്ത് പറയുമ്പോ ചേച്ചി എനിക്ക് കാര്യമായിട്ട് അന്വേഷണം ഒക്കെ നടത്തുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. ഇനി നമുക്ക് കല്യാണ ടോപ്പിക് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. കല്യാണം കഴിഞ്ഞ മത്സരാർത്ഥികൾ കാത്തിരിക്കുകയാണ് ഇവിടെ മത്സരിക്കാൻ വേണ്ടി. അവരെ സ്വാഗതം ചെയ്താലോ? ചെയ്യാം. നമുക്ക് സ്വാഗതം ചെയ്യാം കണ്ണൂരിൽ നിന്ന് മേഘന. സന്ധ്യ
നിൻമുഖം പോ നൊമ്പരം പോ നീ പോ രജനിഗന്ധി സന്ധി കണ്ണീരിതെന്തേ സന്ധി മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ ഹൃദയമേതോ പ്രണയശോക കഥകൾ വീണ്ടും പാടും വീണ്ടും കാലമേറ്റു പാടും സന്ധി കണ്ണീരിതെന്തേ സന്ധി സ്നേഹമായി കേഴുകയാണോ നീ നിൻമുഖം പോ നൊമ്പരം പോ നീ പോ രജനിഗന്ധി സന്ധി കണ്ണീരിതെന്തേ സന്ധി ദുഃഖമേ നീ പോകൂ കെടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം ദുഃഖമേ നീ പോകൂ കെടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം മരണമേ നീ വരിക എന്റെ പ്രണയഗാനം കേൾക്കൂ നീയും ഏറ്റുപാടാൻ പോരൂ സന്ധി കണ്ണീരിതെന്തേ സന്ധി സ്നേഹമായി കേഴുകയാണോ നീയും നിൻമുഖം പോ നൊമ്പരം പോ നീ പോ രജനിഗന്ധി സന്ധി കണ്ണീരിതെന്തേ സന്ധി ശരി വേണുചേട്ടാ. മേഘന ഏയ് നന്നായി പാടി കേട്ടോ, നന്നായി പാടി. അതെ, ഈ ഒരു പാട്ട്, ഈ ഒരു സിനിമ 77, 78 പ്രീ ഡിഗ്രി കാലം ഓർമ്മ വരുന്നു. കമലഹാസൻ, പുള്ളിയുടെ വെൽ ബോട്ടം പാൻസ്, പുള്ളിയുടെ ചാട്ടം, ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഓടിപ്പോയി. വേണുചേട്ടൻ ഇട്ടിട്ടുണ്ടോ ബെൽ ബോട്ടം? കൊള്ളാം. 38, 42 സൈസാണോ? ബെൽസ്. ബെൽസ്. അതൊക്കെ ഒരു കാലം പോയി. ഓക്കെ, നന്നായി പാടി. കെയർഫുൾ വോയിസ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മഞ്ജരി. ഓ മേഘന, എന്താ പാട്ട്! ഓ, ഈ സോങ് സെലക്ഷൻ ഉണ്ട്, വലിയൊരു കയ്യടി. സ്ട്രിങ്സ് ആണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ രോമാഞ്ചം വരെയായിരുന്നു ആ വായിച്ചത് കേട്ടു. സൂപ്പർ. എല്ലാവരും ശരിക്കും ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഒരു ആത്മാവിലേക്ക് അങ്ങ് കയറി ഇറങ്ങിച്ചെല്ലും. ഇതിന്റെ കഥയൊക്കെ അറിയാലോ അല്ലേ? ഈ പടം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷന് ONV കുറുപ്പ് സാറ് അദ്ദേഹം എഴുതിയ വരികള്, ലാസ്റ്റിലത്തെ ആ വരിയൊക്കെ കേൾക്കുമ്പോൾ അതിന്റെ ട്യൂണും ആ വരികളൊക്കെ ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലില്ലേ,
ഓ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ പാട്ടിനെ പറ്റി പറയാൻ നമ്മൾ ആരും അല്ല. കാരണം ആ പാട്ടിന്റെ ഒരു ഫീല് തന്നെ വേറെയാണ്. പിന്നെ മേഘനയ്ക്ക് ഇത്രയും വയ്യായികയൊക്കെ ഉണ്ടായിട്ട് പോലും പ്രശ്നങ്ങളില്ലാതെ പാടി. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഇങ്ങനെ അമ്മ അവിടെ ഇങ്ങനെ ഈശ്വരാ മോളൊന്ന് ട്രാക്കിൽ വീണോട്ടെ, പാവം പ്രശ്നമൊന്നും വരല്ലേ. അമ്മയുടെ മുഖത്ത് സങ്കടഭാവമായിരുന്നു, ടെൻഷൻ കൊണ്ട്. മേഘനയും ആലോചിച്ചിട്ടാ പോയത്. യോ ഈശ്വര ഒന്നും പറ്റല്ലേ, അടച്ചോനെ നിങ്ങള് കാത്തോളീന്ന് പറഞ്ഞു വിട്ടതാ. എന്തായാലും നന്നായിരുന്നു, ഗംഭീരം. ചേച്ചി അല്ല, ഈ ഹൗസ് വൈഫ്സിന്റെ പ്രോഗ്രാം എന്നല്ലേ പറഞ്ഞത്? കോളേജ് കുട്ടികൾക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമോ? കോളേജ് കുട്ടിയായിട്ടുള്ള ഹൗസ് വൈഫ് അതോ സ്കൂള് കുട്ടിയായിട്ട് കോളേജ് കുട്ടിയായിട്ട്? ലുക്ക് വൈസ് ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. ഞാനൊരു BEd സ്റ്റുഡന്റ്. അപ്പൊ കുഴപ്പമില്ല, ഭയങ്കര രസമുണ്ടായിരുന്നു. എനിക്ക് ഒരു സന്തോഷം തോന്നിയത്, നിങ്ങൾ എല്ലാ കണ്ടസ്റ്റൻസും ചൂസ് ചെയ്യുന്ന സോങ്സ് ഉണ്ടല്ലോ, അതിമനോഹരമായിട്ടുള്ള സോങ്സ് ആണ്. നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കണം എന്ന് പ്രേക്ഷകർക്കൊക്കെ ആശയുള്ള ഒരു പാട്ടുകളാണ് ചൂസ്. അപ്പോൾ അത് ശരിക്കും അത് നമുക്ക് അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേൾക്കാനും നിങ്ങൾ പാടിയുമ്പം അതൊന്നും കൂടി വേറൊരു ലെവലിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ഓഫ് കോഴ്സ് അഗൈൻ പറഞ്ഞ പോലെ വയലിൻ സൂപ്പർ, ഭയങ്കര രസമായിരുന്നു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. ടോട്ടലി നല്ല ഒരു കോമ്പിനേഷൻ ആയിരുന്നു. വെരി ഗുഡ്, വെരി വെൽ ഡൺ. താങ്ക് യു മാം. നമുക്ക് ഒരാളെ ഈ വേദിയിലോട്ട് വിളിക്കണം. മേഘനയുടെ അമ്മൂമ്മ, അമ്മയുടെ അമ്മയാണ് അല്ലേ? അമ്മയുടെ പേര് വനജ. ഇങ്ങനെ കൊച്ചുമകളുടെ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു, ആസ്വദിച്ചു അല്ലേ? എന്താണ് പറയാനുള്ളത്? അതെ അമ്മേ, എങ്ങനെയുണ്ട് പൊതുവെ പരിപാടി? നല്ല പരിപാടിയാണ്. ഞാൻ എപ്പോഴും ഫ്ലവേഴ്സ് എപ്പം കാണുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ എങ്ങനെയുണ്ട് പറയൂ. നിങ്ങളും അടിപൊളിയാ. ഇപ്പൊ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. അല്ല റിസൾട്ട് ഒന്ന് വരട്ടെ. അതൊന്നുമല്ല, അതൊന്നും ഒരു പ്രശ്നമല്ല. ഇത്ര വരെ എത്തിയില്ലേ, അതന്നെ നമുക്ക് സന്തോഷം. മേഘന പണ്ട് തൊട്ടേ കലോത്സവ വേദികളിലൊക്കെ സ്ഥിരം സാന്നിധ്യമാണ്. LKG ഇവള് പാട്ട് പാടാൻ പോയിട്ട് ഇവക്ക് പ്രൈസ് കൊടുത്തില്ല. ഇവള് നല്ലപോലെ പാടി. ഇവള് കരഞ്ഞിട്ട് വാങ്ങിട്ട് വന്നതാണ് കപ്പ്. നല്ല അമ്മമ്മ. അതെ, എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുന്നു. ഇനി ഇതേപോലെ പുറത്തറിയാത്ത LKG കഴിഞ്ഞു, ഇനി അടുത്ത ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എന്ത് സംഭവിച്ചു? UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അങ്ങനെ തുടർന്ന് പിന്നെ പോയി. അപ്പൊ അതോടെ അവര് കപ്പ് കൊടുക്കുന്ന നിർത്തി. അതോ ഇനി എക്സ്ട്രാ ഒരു കപ്പ് റെഡിയാക്കി വെച്ച് മേഘന പാടാൻ ചെല്ലുന്ന എല്ലാ സമയത്തും കരഞ്ഞിട്ട് അങ്ങനെയാണോ? അല്ല. അമ്മ ഇപ്പൊ കൊച്ചുമകളുടെ പാട്ട് പണ്ട് തൊട്ടേ കാണാറുള്ളതാണ്. ഈ വേദിയിൽ വന്നപ്പോ അമ്മയ്ക്ക് മകളിൽ കാണാൻ പറ്റിയ ഒരു മാറ്റം എന്താണ്? ഭയങ്കര സന്തോഷല്ലേ? ഭയങ്കര സന്തോഷല്ലേ? അതെ, അമ്മൂമ്മ അടിപൊളി. മേഘന, അമ്മൂമ്മ വെച്ച് തരുന്നതിൽ ഏത് ഫുഡാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? മസാല ദോശ ഇഷ്ടം. ഉണ്ടാക്കും നല്ല ബെസ്റ്റ് ടേസ്റ്റ്. വേണുചേട്ടനും മസാല ദോശ ഫാൻസ്. അതെന്താ എനിക്ക് ഇഷ്ടല്ലേ? ചേച്ചിക്കുണ്ട് ചേച്ചി. എനിക്കും. ഓക്കെ, നമുക്ക് 4 പേർക്കും. ശരി, മേഘനയെ പറ്റിയ ഒരു കുസൃതി, അല്ലെങ്കിൽ മേഘനയിൽ കണ്ടുവരുന്ന ഒരു കുസൃതി, ഈ ഒരു പ്രായം എത്തിയിട്ട് മാറ്റാത്ത ഒരു കുറുമ്പ്. അത് അവളോടൊന്നും പറഞ്ഞൂടാ, ദേഷ്യപ്പെട്ടിട്ട്. അന്നേരം ദേഷ്യപ്പെട്ടിട്ടൊന്നും പറയാൻ പാടില്ല. കൂളായിട്ട് പറഞ്ഞാൽ ഓക്കെയാണ്, ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് തിരിച്ചു റിയാക്ട് ചെയ്യും. ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോൾ ആ കുടുംബം നിലനിർത്തുന്നുണ്ടോ അതോ? അത്യാവശ്യമുണ്ട്. കണ്ണാട്ടിന്റെ അടുത്താണ് ഇപ്പൊ ആ കുടുംബമൊക്കെ അല്ലേ? സുഖം വേറെയല്ലേ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ തന്നെയായിരുന്നു? അല്ല, ഞാൻ നല്ല കുട്ടിയാണ്, അങ്ങനെ വീട്ടിന്നും നല്ലതാണ് ചില കാര്യങ്ങൾക്ക്. നല്ല കുട്ടിയാന്ന് പറഞ്ഞപ്പോ തലയാട്ടത്തിന് ആട്ടം കൂടിയത് അനിയനാണ്. അവിടെ അനിയനാണല്ലോ കണ്ടോണ്ടിരിക്കുന്നത് ചേച്ചിയുടെ എല്ലാ നല്ല കുട്ടിത്തരങ്ങളും. അമ്മ എല്ലാവരും ഈ ചിരിച്ച മുഖത്തോടു കൂടി തന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹാപ്പി ജാംസ്, സോസസ്, പിക്കിൾസ് ആൻഡ് പീനട്ട് ബട്ടർ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 ഈ ഫിനാലെ വേദിയിലേക്ക് അടുത്തതായി കടന്നു വരുന്നത് കോഴിക്കോട് നിന്നുള്ള ഒരു മത്സരാർത്ഥിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം കിൻഷ. ഗംഗ
മാംഗല്യമണി കുങ്കുമം നിനക്കായി മാലേയ സന്ധ്യയൊരുക്കി മാംഗല്യമണി കുങ്കുമം നിനക്കായി മാലേയ സന്ധ്യയൊരുക്കി കാർകൂന്തൽ ചുരുളിലരിയ വരവാർത്തിങ്കൾ തുളസി തിരുകിയൊരു ശ്രീരാഗം ശ്രുതിയിലലിയ വരവരനൊഴി പാർവതി നീ കാർകൂന്തൽ ചുരുളിലരിയ വരവാർത്തിങ്കൾ തുളസി തിരുകിയൊരു ശ്രീരാഗം ശ്രുതിയിലരിയ വരമൊഴി പാർവതി നീ പൂനിലാവിലാടുമരളി മരം പോലെ ഗംഗേ തുടയിൽ ഉണരും ത്രിപുട കേട്ടു തുയിലുണർന്നു പാടിയെന്റെ നടന മണ്ഡപം തുറന്നു വാ ഗംഗേ ഏകാന്ത പദയാത്രയിൽ മനസ്സിന്റെ മൺകൂട് പിന്നിൽ വെടിഞ്ഞു ഏകാന്ത പദയാത്രയിൽ മനസ്സിന്റെ മൺകൂട് പിന്നിൽ വെടിഞ്ഞു നിൻ കാട്ടിൻ പ്രളയമഴയിലൊരു വെൺപ്രാവായി ചിറകു കുടയും ഇരു പൊൻതൂവൽ പകലിലെരിയും ഒരു കരളിലു കാവലുമായി നിൻ കാട്ടിൻ പ്രളയമഴയിലൊരു വെൺപ്രാവായി ചിറകു കുടയും ഇരു പൊൻതൂവൽ പകലിലെരിയും ഒരു കനലിലു കാവലുമായി ഞാൻ തിരഞ്ഞതെന്റെ ജപലയ ജലതീർത്ഥം സൂര്യനാളം ഒരു സ്വരമടയുടെ തിരിമന്ത്ര തീർത്ഥമൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവശൈല ശൃംഗമുനി തേടി വന്ന പുരുഷാർത്ഥ സാര ശിവ ഗംഗേ തുടയിൽ ഉണരും ത്രിപുട കേട്ടു തുയിലുണർന്നു പാടിയെന്റെ നടന മണ്ഡപം തുറന്നു വാ ഗംഗേ ഗംഗേ ഒരൊറ്റ പാട്ട് പാടാൻ വന്ന ആളാണ്. പിന്നെ ഹസ്ബൻഡിന്റെ ആഗ്രഹപ്രകാരം ഇവിടെ ഫിനാലെ വരെ പിടിച്ചു നിന്നു. ഇപ്പൊ അതാ ഫിനാലയിൽ ചലഞ്ച് റൗണ്ടിൽ ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് ചലഞ്ച് കൊടുത്തോണ്ട് ഗംഗ പാടി വെച്ചിരിക്കുകയാണ്. എന്താണ് ഞാൻ മഞ്ചേരി പറയാനുള്ള ഡയലോഗ് ഏറ്റു പറയുന്നു. ചാൾസ് ശോഭരാജിൽ പോലും ഇത്ര ധൈര്യം കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ മ്യൂസിക് വോയിസിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് ഏത് പാട്ട്. ഇതിപ്പോ നമ്മൾ കൂടുതലായിട്ട് മെയിൽ വേർഷനാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. അപ്പോ നമ്മുടെ മ്യൂസിക് വോയിസ് ഏത് പാട്ട് എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിന്റെ ഒപ്പം തന്നെ അതിനുള്ള ചങ്കൂറ്റുണ്ട്. അപ്പൊ അതിനൊരു വലിയ കൈഡി. ചേട്ടാ പാട്ടിനെ കുറിച്ച് പറഞ്ഞോളൂ. ഏയ് കിൻഷ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ധർമ്മ സങ്കടത്തിലാവും ഇങ്ങനെ തുടങ്ങിയാല്. അതെ, റിയൽ ചലഞ്ച്. വെരി ഗുഡ്. എനിക്ക് പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് പ്രായമായിട്ട് ഗാനമേള പാടി തുടങ്ങി. അപ്പോൾ ഹീ ഫെൽ ഇൻ ലവ് വിത്ത് ഗംഗ. ഇതെടുത്ത് പാടണം. ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു വേണ്ട വേണ്ട വേണ്ട. അവസാനം ഇവിടെ ഒരു കടപ്പുറം സ്റ്റേജിൽ ഗംഗ പാടി ശ്വാസം കിട്ടാണ്ട് ബോധം കിട്ടി വീണു. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു പേടിയാണ്. ഗംഗേന്ന് പറഞ്ഞ് അവസാനം എന്തായാലും ഇറ്റ് വാസ് സക്സസ്ഫുൾ. താങ്ക് യു സർ, താങ്ക് യു. കിൻഷ വന്ന ആ ഒരു വഴി ഇംപ്രൂവ്മെന്റ് ഇറ്റ് ഈസ് പറയാണ്ട് വയ്യ. ഇറ്റ് ഈസ് സൂപ്പർ. താങ്ക് യു സർ. ആൻഡ് യുവർ ലങ് കപ്പാസിറ്റി സോ ഗുഡ്, ബ്രെത്ത് സോ ഗുഡ്. താങ്ക് യു സർ. കേട്ടോ, താങ്ക് യു. കീപ് ഇറ്റ് അപ്പ്. ഈ ഒരു സ്റ്റാറ്റസ്, ഈ ഒരു ഇംപ്രൂവ്മെന്റ് ഓൾവേസ് ലെറ്റ് ഇറ്റ് ബി വിത്ത് യു ഓൾവേസ്. മഞ്ജരി, എന്തായിരുന്നു ഈ പാട്ട് എടുക്കാനുള്ള ഒരു ചേതോവികാരം? സത്യത്തിൽ ഇത് എനിക്കൊരു ചാലഞ്ച് തന്നെയായിരുന്നു. ഞാൻ ഈ പാട്ട് ഇതുവരെ പാടിയിട്ടില്ല, പഠിച്ചിട്ടുമില്ല. ഇതിൻ്റെ ലൈൻസൊക്കെ പഠിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടി. ഈ സത്യം പറഞ്ഞാൽ ഈ സ്റ്റേജ് കയറുന്നവരെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോൾ എന്തോ നല്ല റിലീഫ് തോന്നി. എൻ്റെ അമ്മ സ്റ്റേജിലുണ്ട്, അതുകൊണ്ടായിരിക്കാം.
അമ്മ ഒന്ന് അമ്മ. വേദിയിലേക്ക് വരുമോ? വരൂ. പറയൂ അമ്മ, എന്താണ് അമ്മയ്ക്ക് തോന്നുന്നത് ഇപ്പൊ മോൾ ഇങ്ങനെ നിന്ന് പാടുമ്പോൾ? അമ്മയെന്നും അമ്മയ്ക്ക് അധികം പറയാനറിയില്ല. അമ്മ അച്ഛനെ എന്നും വേണ്ടല്ലോ, ഇഷ്ടങ്ങൾക്ക് കൂടെ നിന്നിട്ടേ ഉള്ളൂ. അതിനും കൂടെ ചേർത്തിട്ട് കിൻഷ പറയുന്നുണ്ട്. അതെ അതെ അതെ, അത് പറയണമെന്ന് എനിക്ക് തോന്നി ഫ്ലോറില്. പറയൂ. ആരെയും വെച്ച് എന്നെ കമ്പയർ ചെയ്യാറില്ല. അവരുടെ ക്വാളിറ്റീസാണ് ഞാൻ പറയുന്നത്. ഞാൻ പഠിക്കുന്ന കാലം തൊട്ട് എന്ന് കരുതിയാണോ? അല്ല, അവർക്ക് എന്നും ഞാനാണ് ബെസ്റ്റ്. എന്നോട് പറയാറ്, അതുകൊണ്ടാണ് അവർക്ക് എന്നും ഞാനാണ് ബെസ്റ്റ്, അതുകൊണ്ട് അവരെന്നെ കമ്പയർ ചെയ്യാറില്ല. അത് നല്ലൊരു പോസിറ്റീവാണ്. ഒരു എക്സാമിന്റെ കാര്യത്തിലായാലും പാട്ടിന്റെ കാര്യത്തിലായാലും ഒന്നിലും. അത് നല്ലൊരു കാര്യമാണ്. കാരണം ഒട്ടുമിക്ക കുട്ടികൾക്കും അയാളെ കണ്ടുപിടിക്കുക, ഇയാളെ കണ്ടുപിടിക്കുക, എന്തുകൊണ്ട് ഇത് ശരിയാവുന്നത് കണ്ടോ അവരുടെ ശരിയായി, ഇങ്ങനത്തെ കേട്ട് വളരുന്ന കുട്ടികളുണ്ട്. സാക്ഷിയാണ്. ഒരു ലക്കാണ് ഇങ്ങനത്തെ ഒരു അമ്മ. അമ്മയും അച്ഛനും അതെ, രണ്ടാളും. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഫ്രീഡം തരാറുണ്ട്. ഹസ്ബൻഡിനെ പോലെ തന്നെ അവർ രണ്ടാളും ഫ്രീഡം തന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പിന്നെ എൻ്റെ മക്കളെ ഇത്രയും നന്നായിട്ട് നോക്കുന്ന, എന്നെക്കാട്ടിലും കൂടുതൽ നോക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഫ്ലോറിൽ നിൽക്കുന്നത്. അത് ഞാൻ ഇത്രയും നാളും പറയാതിരുന്നത്. എനിക്കൊരു ഫൈനൽ കിട്ടുകയാണെങ്കിൽ അന്ന് ഞാൻ പറയാന്ന് ഓർത്തിട്ടാണ്. കിൻഷ പുറത്ത് ചിരിക്കുകയാണെങ്കിൽ ഉള്ളിൽ ഒരു ചെറിയൊരു നൊമ്പരമുണ്ട്. പൊട്ടിക്കരയാണ് കുട്ടി. അമ്മ, ഇപ്പോ കിൻഷ എപ്പോഴും പറയാറുണ്ട് എങ്ങനെയെങ്കിലും ഒരു വേദി ലഭിക്കുക, അല്ലെങ്കിൽ ഒരു പാട്ട് ഒന്ന് പാടുക. ഒരു ഫ്രണ്ട് വഴിയാണ് ഇവിടെ വന്നതും അപ്ലൈ ചെയ്തതും ഇവിടെ കണ്ടസ്റ്റന്റ് ആയതും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. ഒരു പാട്ട് എങ്ങനെയും പാടി അവസാനിപ്പിച്ച് പോവുക എന്ന ലക്ഷ്യത്തോടെ വന്ന് ഇപ്പതാ ഫൈനലിസ്റ്റ് ആയി. ഇപ്പതാ ഫിനാലയിൽ വളരെ മനോഹരമായ ഒരു ഗാനം പാടി എല്ലാവരുടെ നല്ല കമന്റ്സ് ഒക്കെ കിട്ടി നിൽക്കുവാണ്. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? എനിക്ക് പറയാനുള്ളത്, ഇതുവരെ ഇത്രയും കാലം സ്റ്റേജിൽ പാടിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ ആദ്യമായിട്ട് വരികയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാം എൻ്റെ മരുമകൻ കാരണം. ഞങ്ങളും കൂടി ഈ വേദിയിൽ എത്തേണ്ടി വന്നു. പാരന്റ്സിനെ കുറിച്ചുള്ള ക്വാളിറ്റീസ് കിൻഷ പറഞ്ഞ പോലെ, കിൻഷയെ കുറിച്ചുള്ള എന്തെങ്കിലും ക്വാളിറ്റീസ് അമ്മയ്ക്ക് പറയാനുണ്ടോ? ഒന്നും ഇല്ലാത്തതാണോ? എന്താണ് സംഭവം? ഒരമ്മയ്ക്ക് മക്കളെ പറ്റി ഒരുപാട് അമ്മ കിൻഷയുടെ ഒരു ബെസ്റ്റ് ക്യാരക്ടർ പറയൂ. നല്ല സ്വഭാവമാണ്, ഒരു എളിമയാണ്, എല്ലാരോടും ഒരു വിനയം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നേ ഉള്ളൂ. അതെ, ഞാൻ സത്യം. അല്ല, അതാണ് വിശ്വാസമാണല്ലോ. ഞാൻ എങ്ങനെയാ പെരുമാറുന്നത് അമ്മയ്ക്ക് അറിയില്ലല്ലോ. അതെ, അതാണ് മക്കളെ പറ്റി ഒരു വിശ്വാസമാണ് മാതാപിതാക്കൾക്ക് എന്നും. ശരി, അപ്പോൾ കേട്ടോ. താങ്ക് യു.